many have no peace. ഒരുപാട് പേർക്ക് പീസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പീസ് വേണമെങ്കിൽ put first God. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാട്സപ്പുകളും നിങ്ങളുടെ വാർത്തകളും നിങ്ങൾ മറ്റ് മെസ്സേജുകളും അല്ലെങ്കിൽ റീലൊക്കെ കാണാതെ, സ്പോർട്സ് കാണാതെ ഫസ്റ്റ് പുട്ട് ഗാഡ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഹോളി സ്പിരിറ്റ് വെൽക്കം ഹിയർ ഇൻ മൈ റൂം. പരിശുദ്ധാത്മാവ് എൻ്റെ ബെഡ്റൂമിൽ വന്നാലും നിങ്ങൾ ആ ബെഡ്റൂമിൽ തന്നെ ഇരുന്നു കൊണ്ട് മുട്ടിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ഒരു സ്വല്പം സമയം സ്പെൻഡ് ടൈം വിത്ത് ഗാഡ്. ഒരു 30 minutes 45 minutes നിങ്ങൾ ദിവസത്തിൽ നിങ്ങൾ വർഷിപ്പ് ചെയ്യും, പ്രാർത്ഥിക്കുകയും അതിനുശേഷം നിങ്ങൾ അല്പസമയം 1-2 ചാപ്റ്ററും അതിനൊക്കെ വായിച്ച് ധ്യാനിച്ച് നിങ്ങളൊരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് നിങ്ങൾ ബാത്ത് ചെയ്ത് നിങ്ങളൊരു ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയൊക്കെ പോകാമെങ്കിൽ നിങ്ങൾക്കില്ലാത്ത ഒരുപാട് പീസ് മൈൻഡ് അല്ലെങ്കിൽ ദൈവസമാധാനം നിങ്ങൾക്ക് ലഭിക്കാനിടയാവും. കാരണം നമ്മൾ ആദ്യം തന്നെ എഴുന്നേറ്റ് ഓർമ്മയുള്ള ജങ്കുകളെല്ലാം കൂടെ കയറ്റി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തകളും കയറ്റിയിട്ട് നിങ്ങൾ ബെഡ് കോഫിയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നിങ്ങളെ ബാത്ത് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ടെൻഷനായിരിക്കും, നിങ്ങൾ സ്ട്രെസ്സായിരിക്കും, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചായിരിക്കും. ചിലപ്പോൾ ഈ പൊളിറ്റിക്സ് ആയിരിക്കും ചിലരുടെ ഹൃദയത്തിന് മുതൽ, ചിലരെ മറ്റ് അശുദ്ധ മൂവീസ് കണ്ടതിൻ്റേതായ ചിന്തകളായിരിക്കും. അപ്പം അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ സ്ട്രെസ്സിലായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവും. അപ്പോൾ ഫുൾ ഫോക്കസ് നിങ്ങൾ ദൈവത്തിന് രാവിലെ കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ അന്നുള്ള ബാക്കിയുള്ള സമയങ്ങൾ, അന്നുള്ള 12 hours 24 hours നിങ്ങൾ പീസായിരിക്കും. പിന്നെ നിങ്ങൾ രാത്രി വന്ന ശേഷമാണ് നിങ്ങൾ വീണ്ടും കിടക്കുന്നതിന് മുന്നേ എല്ലാവരും കുടുംബ പ്രാർത്ഥനയുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ഭവനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും മൊബൈലുമായിട്ടിങ്ങനെ റീലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഇങ്ങനെ മൊബൈലിലിരിക്കണം. നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങളൊരു അരമണിക്കൂർ ദിവസത്തിൽ നിങ്ങൾ ഫാമിലി ആയിട്ടിരിക്കാമെങ്കിൽ ഫാമിലി നിങ്ങൾക്ക് ഭയങ്കര യൂണിറ്റി ആയിരിക്കും. യേശു നിങ്ങളുടെ ഫാമിലി ജീവിതത്തിനകത്ത് കടന്നു വരുവാനിടയാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ യേശു കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിപ്പിച്ച് അല്പ സമയം, ഇച്ചിരി ഒന്നും വായിക്കണമെന്നില്ല, 1-2 ചാപ്റ്ററൊക്കെ വായിപ്പിച്ച് നിങ്ങൾ 1-2 പാട്ടൊക്കെ പാടി നിങ്ങൾ അല്പ സമയം ഓരോരുത്തരുടെ ചുരുക്കം വാക്കുകൾ പ്രാർത്ഥിച്ച് നിങ്ങൾ പോവുക. നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കിടക്കാൻ നേരം നിങ്ങൾ ദൈവമായിട്ട് പേഴ്സണൽ ബന്ധത്തിൽ വരണം, ഇൻറ്റിമസി വരണം, യേശുവായിട്ട് ഇൻറ്റിമസി ഉണ്ടാക്കണം, പരിശുദ്ധാത്മാവായിട്ട് നിങ്ങൾ ഇൻറ്റിമസി ഉണ്ടാക്കണം. ഞാൻ കിടക്കാൻ പോവുകയാണ്, രാത്രി കാഹളം മൊഴിയാൻ എനിക്ക് കേൾപ്പിക്കണം, എൻ്റെ കുറവുകളൊക്കെ ക്ഷമിക്കണം, പകൽ വന്ന കുറവുകളൊക്കെ നിങ്ങൾ ദിവസത്തിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ സ്വർഗീയ സ്വപ്നങ്ങളും ദർശനമൊക്കെ പരിശുദ്ധാത്മ നിറയ്ക്കുവാനിടയാവും. ദൈവം നമ്മളോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. നിങ്ങൾ അധികം ലേറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ തലയ്ക്ക് ഭാരവും നിങ്ങളുടെ ബോഡിക്ക് ക്ഷീണവും അനുഭവിക്കും. അതുകൊണ്ട് കഴിവതും നേരത്തെ നിങ്ങളുടെ ബെഡ് നിങ്ങൾ കിടക്കാൻ പോകണം. കുറഞ്ഞൊരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ കിടന്നുറങ്ങണം. നമ്മൾ ഈ പോകുന്നതിന് മുന്നേ ഒരുപാട് മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നമ്മുടെ ബ്രെയിനിലും അതൊക്കെ നമ്മുടെ ഉറക്കത്തിനൊക്കെ ബാധിക്കും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ 1/2 മണിക്കൂർ 1 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുകയും അതിനെ ധ്യാനിക്കുകയും നിങ്ങൾ വർഷിപ്സവങ്ങളോടുകൂടി നല്ല വർഷിപ്സവമിട്ട് നിങ്ങൾ കിടന്നുറങ്ങുവാൻ ശ്രമിക്കാമെങ്കിൽ അന്ന് രാത്രിയിൽ ദൈവീയ സ്വപ്നങ്ങൾ ദൈവം ചെയ്യും. ചില ദൈവീയ ദൂതന്മാരൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും ചിലപ്പോൾ ദൂതന്മാർ കടന്നു വന്നിരിക്കും. യേശുവിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. കർത്താവിന് രാത്രി എനിക്ക് വരണം, സ്വപ്നത്തിൽ കാണിക്കണം, സ്വപ്നത്തിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ആ സ്വപ്നത്തിലൂടെ കാണുവാനും സ്വപ്നത്തിലൂടെ ഇടപെടുവാനിടയാകും. അങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5-6 മാസം എടുക്കും. നിങ്ങളുടെ അഡിക്ഷൻസ് എല്ലാം മാറുവാനിടയും. നിങ്ങളുടെ അഡിക്ഷൻസും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഭയങ്കര സമാധാനവും നിങ്ങളുടെ ജോലി സമാധാനവും നിങ്ങൾ അനുദിനമായിട്ട് നിങ്ങൾക്ക് വർധനവ്, ആത്മീയ വർധനവും ഭൗതികമായ വർധനവും ശാരീരികമായ ഹീലിങ്സും നടക്കുന്നതായിട്ട് കാണാൻ പറ്റും.
കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കും. May God bless you. God heal them in Jesus' mighty name. ഇമോഷണലി ഹീൽ ചെയ്യണം, സ്ട്രെസ്സിനെ ഹീൽ ചെയ്യണം, എസ്പെഷ്യലി കർത്താവെ ഡിപ്രഷനെ ഹീൽ ചെയ്യണം, അഡിക്ഷൻസിനെ കർത്താവെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ കം ഔട്ട് ഓൾ അഡിക്ഷൻ സ്പിരിറ്റ് ഗോ ഔട്ട് ഫ്രം വാഷിംഗ് മീ റൈറ്റ് നൗ ആൻഡ് ഹീൽ ദ sick now be healed in Jesus' mighty name. I pray. Amen. May God bless you.